2025 ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ലോക ചിത്രം ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ പറയും F1 അല്ലെങ്കിൽ ജുറാസിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോളിവുഡ് പടം ആയിരിക്കുന്നതല്ലേ? എന്നാൽ അതൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു, തെറ്റാണ്. അപ്പോൾ ഏത് പടമാണ് നമ്പർ 1 എന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ കണ്ടു തന്നെ പോകണം. നിങ്ങൾ അനിമെ എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ? അനിമെ കാണുന്നവരും ഉണ്ടാവും, അല്ലാത്തവരും ഉണ്ടാവും, തീരെ ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും, ഇതൊക്കെ ആര് കാണാനെന്ന മൈൻഡുള്ളവരും ഉണ്ടാവും. പക്ഷേ അങ്ങനെയുള്ളവരെല്ലാം തന്നെ നെട്ടിച്ചുകൊണ്ടാണ് ഒരു അനിമയെ റെക്കോർഡ് ഇട്ടിരിക്കുന്നത്. ടോട്ടൽ ഹോളിവുഡും ഷോക്കിംഗ് ആയിക്കൊണ്ട് ചൈനീസ് അനിമയായ നെസ എന്ന അനിമയുടെ സെക്കൻഡ് പാർട്ട് നെസ 2 ഈ വർഷം ഇറങ്ങിയ എല്ലാ ഹോളിവുഡ് പടങ്ങളെക്കാളും കളക്ഷൻ അടിച്ച് നമ്പർ 1 സ്ഥാനമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അമേരിക്കൻ ട്രാക്കേഴ്സ് അപ്ഡേറ്റ് ചെയ്ത പ്രകാരം ചൈനീസ് മണി അമേരിക്കൻ ഡോളേഴ്സിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം $2.2 ബില്യൺ ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ മണിയിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു 18,000 കോടിക്ക് മുകളിലുണ്ടാവും. $2.2 ബില്യൺ എന്ന് പറയുന്നത് ഹോളിവുഡുകാർ അടിക്കുന്നത് വലിയ ടഫാണ്. അവതാർ, അവഞ്ചേഴ്സ് അങ്ങനെയുള്ള വലിയ ഫാനീസൊക്കെയാണ് അടിക്കാറ്. എന്നാൽ ഇവർ ബഡ്ജറ്റ് കുറവുള്ള ഒരു സിനിമ പോലുമല്ല അനിമെ അടിച്ചിരിക്കുന്നത്. വൻ ഷോക്കിംഗ് ആണെന്ന് പറയാം. ഈ വർഷമൊന്നും മാത്രമല്ലാതെ വേൾഡ് ടോപ്പ് കളക്ഷൻ മൂവിയിൽ ടോപ്പ് 5 വരികയും ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ അനിമേറ്റഡ് മൂവി എന്ന റെക്കോർഡും നെസ 2 എന്ന ചൈനീസ് അനിമി സ്വന്തമാണ്. ഇതിന് കാരണമെന്ന് പറയുന്നത് ചൈനീസ് മാർക്കറ്റ് എന്നത് നല്ല രീതിയിൽ വലുതായിരിക്കുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഹോളിവുഡിന് ഒരു ടഫ് കൊടുക്കാൻ പോകുന്ന കിഡിൽ ഇൻഡസ്ട്രി ആയിട്ട് മാറുമെന്നും പറയുന്നു. ഈ ഇയർ ടോപ്പ് 10 2 ചൈനീസ് പടമുണ്ട്. ഒന്ന് ഡിറ്റക്റ്റീവ് ചൈന ടൗണും $400 മില്യൺ നേടിയിട്ടുണ്ട്. നല്ല നല്ല പടങ്ങളൊക്കെ വിട്ടാൽ ഇനിയും മാർക്കറ്റ് വരും. ഇതെന്തായാലും ഹോളിവുഡുകാർക്ക് ഒരു കിളിപറിച്ച അവസ്ഥ ഉണ്ടാകുമെന്ന് പറയാം. കാര്യം ആദ്യമായിട്ട് അറിയുന്നെങ്കിൽ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.